ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും തോട്ടം സ്വപ്നത്തിൽ കണ്ടാൽ തോട്ടം എന്നത് സ്ത്രീയെ സൂചിപ്പിക്കുന്നു. കാരണം അത് വെള്ളം നനയ്ക്കപ്പെടുന്നു, ഗർഭം ധരിക്കുന്നു, വിളവ് നൽകുന്നു, പ്രസവിക്കുന്നു, ഫലം നൽകുന്നു. തോട്ടം ഒരു സ്ത്രീയാണെങ്കിൽ അതിലെ മരങ്ങൾ അവളുടെ കുടുംബവും ബന്ധുക്കളും മക്കളും ധനവുമാണ്. അതുപോലെ തന്നെയാണ് അതിലെ ഫലങ്ങളും. ചിലപ്പോൾ അപരിചിതമായ അറിയപ്പെടാത്ത ഒരു തോട്ടം പവിത്രമായ ഖുർആനെ സൂചിപ്പിക്കാം. കാരണം തോട്ടം അത് കാണുന്നവൻ്റെ കണ്ണിലും ഓതുന്നവൻ്റെ മുന്നിലും ഉള്ളതുപോലെയാണ്. അതിൻ്റെ ജ്ഞാനമാകുന്ന ഫലങ്ങൾ എപ്പോഴും പറിച്ചെടുക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ, വേരുകൾ എപ്പോഴും നിലനിൽക്കുന്നു. അതിൽ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും ചരിത്രങ്ങളുണ്ട്. ഖുർആനിലെ വാഗ്ദാനങ്ങളും താക്കീതുകളും തോട്ടത്തിലെ മധുരമുള്ളതും പുളിയുള്ളതുമായ ഫലങ്ങൾ പോലെയാണ്. ചിലപ്പോൾ തോട്ടം കമ്പോളത്തെയും മാർക്കറ്റ്, കല്യാണ വീടിനെയും സൂചിപ്പിക്കാം. അങ്ങനെയെങ്കിൽ അതിലെ മരങ്ങൾ അവിടുത്തെ മേശകളും ഭക്ഷണ വിഭവങ്ങൾ, ഫലങ്ങൾ അതിലെ ഭക്ഷണങ്ങളുമാണ്. ചിലപ്പോൾ തോട്ടം ഒരു വ്യക്തിക്ക് പ്രയോജനം ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും മൃഗങ്ങളെയും സൂചിപ്പിക്കാം. കടകൾ, ഹോട്ടലുകൾ, പൊതു ശൗചാലയങ്ങൾ, ഹമ്മാം, കോട്ടകൾ, അടിമകൾ, കന്നുകാലികൾ, മൃഗങ്ങൾ, മറ്റ് വിളവുകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. കാരണം തോട്ടത്തിലെ മരങ്ങൾ അതിൻ്റെ ഉടമസ്ഥന് ഒരു നിധി പോലെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ജീവനക്കാരെയും മൃഗങ്ങളെയും പോലെയാണ്. ചിലപ്പോൾ തോട്ടം ഒരു പണ്ഡിതൻ്റെയോ ഭരണാധികാരിയുടെയോ സുൽത്താൻ്റെയോ വീടിനെ സൂചിപ്പിക്കാം. അവർ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവരും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നവരുമാണ്. വിവിധ സാഹചര്യങ്ങളിലെ വ്യാഖ്യാനങ്ങൾ. തോട്ടത്തിൽ സ്വയം കാണുന്നവൻ തൻ്റെ അവസ്ഥയും സ്വപ്നത്തിലെ ബാക്കി കാര്യങ്ങളും നോക്കണം. അയാൾ സത്യത്തിൻ്റെ ഭവനത്തിലാണ്, മരണാസന്നനാണ് എങ്കിൽ അയാൾ സ്വർഗത്തിലും അതിലെ അനുഗ്രഹങ്ങളിലുമാണ്. രോഗിയായ ഒരാൾ രോഗം മാറി തോട്ടത്തിലേക്ക് പോകുന്നത് കണ്ടാൽ അയാൾ രക്തസാക്ഷിത്വം, ഷഹീദാവുക വരിക്കും. പ്രത്യേകിച്ചും ആ തോട്ടം അപരിചിതമാണെങ്കിൽ. തോട്ടത്തിൽ ഒരു സ്ത്രീ സ്വയം ക്ഷണിക്കുന്നതായി കാണുകയോ പാൽ അല്ലെങ്കിൽ തേൻ കുടിക്കുകയോ അവിടുത്തെ പഴങ്ങൾ സാധാരണ പഴങ്ങളോട് സാദൃശ്യമില്ലാത്തതാണെന്ന് കാണുകയോ ചെയ്താൽ ഇത് കൂടുതൽ ഉറപ്പാണ്. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ ഒന്നും ബാധകമല്ലെങ്കിൽ സ്വപ്നം കണ്ടയാളുടെ അവസ്ഥയിലേക്ക് നോക്കണം. അയാൾ അവിവാഹിതനാണെങ്കിൽ അയാൾ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ ഭാര്യയുമായി ഒന്നിക്കും. ആ തോട്ടത്തിൽ അയാൾ കണ്ട നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ കാലത്തിനനുസരിച്ച് നല്ല കാലം അല്ലെങ്കിൽ മോശം കാലം അയാൾക്ക് ലഭിക്കും. മോശം ലക്ഷണങ്ങൾ: കാലം തെറ്റി ശരത്കാലത്ത് മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിയുന്നതായി കാണുന്നത്, പഴങ്ങൾ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ തോട്ടത്തിൽ തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുന്നത്, ദാരിദ്ര്യം, കടം വാങ്ങിയ വസ്തുക്കൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ബാധിക്കുക എന്നിവയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത് വസന്തകാലത്തോ മരങ്ങളിൽ വെള്ളമൊഴുകുന്ന സമയത്തോ പഴങ്ങൾ പുറത്തു വരുന്ന സമയത്തോ ആണെങ്കിൽ വ്യാഖ്യാനം ഇതിന് വിപരീതമായിരിക്കും. അതായത് നന്മയുണ്ടാകും. ഭാര്യയുള്ള ഒരാൾ തോട്ടം കണ്ടാൽ അയാൾ അവളുടെ സമ്പത്തോ സൗന്ദര്യമോ ആഗ്രഹിക്കുന്നവനാണെന്ന് വരാം. സ്വപ്നത്തിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ സംസാരിക്കുക, നനയ്ക്കുക, പഴം തിന്നുക അല്ലെങ്കിൽ ശേഖരിക്കുക പരിഗണിക്കും. സുൽത്താൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ അടുത്ത് കേസുണ്ടെങ്കിൽ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ അതിൻ്റെ അന്തിമ ഫലത്തെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു. തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പഴങ്ങൾ നന്മയെയും, അല്ലെങ്കിൽ അയാൾ കാണുന്ന കാര്യങ്ങളെ ആശ്രയിച്ച് തിന്മയെയും സൂചിപ്പിക്കാം. ഒരാൾ തൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകളെ കമ്പോളത്തിലോ വ്യവസായത്തിലോ പങ്കാളികളായി കണ്ടാൽ തോട്ടമെന്നത് ജനങ്ങളുടെ കമ്പോളത്തെ സൂചിപ്പിക്കുന്നു. അത് അതിൻ്റെ ലാഭനഷ്ടങ്ങളെയും കാലത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്നു. ഒരാൾ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് ഹോട്ടലോ പൊതു ശൗചാലയമോ അടുപ്പോ ആകുന്ന സമയത്താണെങ്കിൽ തോട്ടത്തിൻ്റെ വ്യാഖ്യാനം ആ സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. അതിൽ കണ്ട നന്മ നന്മയായും തിന്മ തിന്മയായും ഭവിക്കും.